മിമിക്രി താരമായ കൊല്ലം സുധി എല്ലാവർക്കും അറിയാം, നല്ലൊരു കലാകാരനെ തന്നെയാണ്. ശരിക്കും ആ ഒരു സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കണ്ടതും അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ നമ്മൾ ആസ്വദിച്ചത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഭയങ്കര സങ്കടമുണർത്തുന്ന കാര്യമാണ്. കാരണം അതും അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു മരണം, കാറപകടത്തിൽ സംഭവിച്ച ഒരു മരണം, അതിന്റെ ഒരു വാർത്തകൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നതല്ലായിരുന്നു. ശരിക്കും ആ ഒരു ടൈമില് ഈ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന ആ കലാകാരനെ ഓർത്ത് വേദനിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്തും ഈ ഒരു മലയാളികൾക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണുവിനെ കാണുമ്പോൾ. നമുക്കറിയാലോ, രേണു എന്ന് പറയുന്നത് കൊല്ലം സുധി ചേട്ടന്റെ ആദ്യ ഭാര്യയല്ല, മൂന്നാമത്തെ ഭാര്യയാണ്. കിച്ചു എന്ന് പറയുന്നത് മുൻ ഭാര്യയിലുള്ള മകനാണ്. ഇപ്പോഴുള്ള ഒരു മോനാണ് ഇവരുടെ സ്വന്തം മോനായിട്ട്. എന്നിരുന്നാലും രേണു ഈ രണ്ട് മക്കളെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. അത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരവസ്ഥ വന്നപ്പോൾ രേണു ഇനി എന്ത് ചെയ്യും, ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ശരിക്കും വീട് എന്നുള്ളൊരു സ്വപ്നം ഇവർക്കുണ്ടായിരുന്നല്ലോ. അത് എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു. ശരിക്കും അതും നാട്ടുകാരുടെ പൈസ കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വീടൊക്കെ റെഡി ആയതും. ആ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഇവരെല്ലാം കഴിയുന്നത്. ആ വീട് മക്കളുടെ പേരിലാണ് എന്നൊക്കെ ആ വീട് കൊടുത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ രേണുവിനെ മുൻപ് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്തിരുന്നത്. കാരണം വിധവ എന്നുള്ള ലേബൽ അല്ല കേട്ടോ, ആ ഒരു കാറ്റഗറിയൊക്കെ ഇപ്പോൾ ഇല്ല. വിധവ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ല. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. വിധവ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളസാരിയൊക്കെ കൊടുത്തും എന്താണ് ഒരു മൂലയ്ക്ക് ഇരിക്കുക, അങ്ങനെയുള്ള അതൊന്നും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊന്നും ആരും ഇപ്പം നിൽക്കാനില്ല. കാരണം വിധവകളായാൽ പോലും അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് അവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പുതുച്ചേട്ടന്റെ വൈഫാണെന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു ഇതിനെല്ലാം ഇറങ്ങിയത്. അതായത് ഇനി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, അതും ശരിയാണ്. ഒരു ജോലിക്ക് പോകണം, മക്കളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അത് രേണു വിചാരിച്ചാൽ മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രേണു തിരഞ്ഞെടുക്കുന്ന വഴികൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അതിര് കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. മുൻപ് നമുക്കറിയാം രേണുവിനോട് ഇത്ര ഇഷ്ടമെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എല്ലാ വീഡിയോസും, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേര് റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ രേണുവിന്റെ വീഡിയോസും അല്ലെങ്കിൽ ഇന്റർവ്യൂസും കാണുമ്പോഴത്തേക്ക് ശരിക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അസഹിഷ്ണുത തന്നെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. ശരിക്കും ഇവരെയാണോ നമ്മൾ സ്നേഹിച്ചു പോയത് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അവരോടുള്ള സ്നേഹം ഇങ്ങനെ വെറുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ്. അത് പതിയെ പതിയെ തന്നെയാണ്. രേണു തന്നെയാണ് ഇതിന് മെയിൻ കാരണക്കാരി എന്ന് പറയാം. നമുക്കറിയാലോ, മുൻപ് രേണുവിനെ വെച്ച് ഒരുപാട് റീച്ച് ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാം. ആ പുള്ളിക്കാരി ഇതുപോലെ രേണുവിനെ വെച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തു. പാവം രേണു ഇതുപോലെ തന്നെ കയറി അവരെ തളത്തിനൊത്ത് തുള്ളുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. അന്നത്തെ ആളുകൾ രേണുവിന്റെ ഭാഗത്താണ് ചിന്തിച്ചത്. രേണുവിനെ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അതൊക്കെ തന്നെയാണ് അന്ന് ആളുകൾ അത് ചിന്തിച്ചതും രേണുവിനെ സപ്പോർട്ട് ചെയ്തതും. അത് നമുക്കറിയാലോ, വിയർപ്പിന്റെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കിയതും പിന്നെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലില്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഹസനങ്ങൾ ഇപ്പോൾ കൂടുകയാണ്. അതായത് രേണു ഇപ്പോൾ നിരന്തരം ഇന്റർവ്യൂ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട് വീഡിയോസ് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ ആഗ്രഹമാണ്, അവരുടെ അവകാശമാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ അവരത് ചിന്തിക്കണം. ഇപ്പോൾ അവർക്ക് ഇതുപോലെ അഭിനയിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ട് ആണെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ, ഇതുപോലെ ഒരു നെഗറ്റീവ് കണ്ടാലും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കണ്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ വിമർശിക്കാനുമുള്ള അധികാരം മറുവശത്തിരിക്കുന്ന ആളുകൾക്കുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടർ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ടു കൂട്ടരും ഉണ്ടാകുമല്ലോ. ഒരു സപ്പോർട്ടും ഉണ്ടാവും, ഒരു നെഗറ്റീവും ഉണ്ടാവും. അപ്പം ഇത് കേൾക്കാനുള്ള ബാധ്യസ്ഥ ആരാണ്? ആ മറുഭാഗത്തേക്കുന്ന വ്യക്തി തന്നെയാണ്. അവർ ചെയ്യുന്ന ആ ഒരു കണ്ടന്റും കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും അവർക്ക് കേൾക്കുന്ന ആ ഒരു സപ്പോർട്ട് ആയാലും അല്ലെങ്കിൽ വിമർശനമായാലും. ഓക്കെ, മുൻപ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ നേരെ മറിച്ച് രേണുവിനെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം അത് എന്തൊക്കെയാണ്. ശരിക്കും വീഡിയോസൊക്കെ ഒരുപാട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുന്നില്ല, കാരണം എനിക്കത് കാണാൻ വയ്യ. അത്തരത്തിലുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അത് ഒരു കലാകാരിയാണ് രേണു പറഞ്ഞിട്ടുണ്ട്, നാടക പ്രൊഫഷണലായിട്ട് നാടകത്തിലൊക്കെ പോകുന്നു. പക്ഷേ ആ ഒരു കലാകാരിയുടെ ഒരു കാര്യമാണോ കാണിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല. എന്തോ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീഡിയോക്ക് താഴെ ഒരുപാട് പൊങ്കാലിടാൻ വരുമോ എനിക്ക് തോന്നുന്നത് കുറവായിരിക്കും. മുൻപാണ് ഞാൻ രേണുവിനെ കുറിച്ച് വിമർശിച്ച ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എന്നെ പൊങ്കാല ഇട്ട് ഒരുപാട് പേര് വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഒരുപാട് ആളുകൾക്ക് രേണു ചെയ്യുന്ന ഈ പ്രവൃത്തികൾ തീരെ പിടിക്കുന്നില്ല.
പ്രത്യേകിച്ചും ഈ ഫോട്ടോഷൂട്ട് വീഡിയോയിൽ എന്തിനാണ് ഈ കല്യാണ വേഷം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്? കല്യാണ വേഷം തിരഞ്ഞെടുക്കുന്നതും പോരാഞ്ഞിട്ട് അതിന് നെഗറ്റീവായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. എന്തായാലും രേണുവിന്റെ കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു. എന്റെ മനസ്സിപ്പോൾ കല്ല് പോലെ ആയി. അത്രയും ശക്തമാണെന്നാണ് രേണു പറയുന്നത്. ഓരോന്ന് കേട്ട് കേട്ട് ആ പോയിന്റിലേക്ക് എത്തുകയായിരുന്നു. ആദ്യമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. നെഗറ്റീവ് കമന്റ് കുഴപ്പമില്ലെങ്കിലും ചിലർ പച്ചത്തറിയാണ് വിളിക്കുന്നത്. അതിന് മറുപടി കൊടുക്കും. പിന്നെ എത്ര തിരിച്ചു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. തിരക്കിലായത് കൊണ്ടാണ്. വൈകാതെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണെന്നാണ് രേണു പറയുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് കേൾക്കും. കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ഹണി റോസിനെ പോലെ തന്നെ. ഓക്കെ, അത് ശരിയാണ്. ഇപ്പൊ എത്രത്തോളം ഈ ഒരു കമന്റിന്റെ ഒരു തീവ്രത കൂടുമ്പോൾ ശരിക്കും നമ്മൾ അതിനെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം. അപ്പൊ അത് കുഴപ്പമില്ല. നമ്മുടെ ഹണി റോസ് ചെയ്തതും ഇത് തന്നെയാണ്. കമന്റ് ചെയ്ത, അതായത് വളരെ വൃത്തിയായിട്ട രീതിയിൽ കമന്റ് ചെയ്ത ആളുകൾക്കെതിരെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു. അവരെടുത്ത് പൊക്കുകയും ചെയ്തു. എന്തായാലും രേണു അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഓക്കെ, അത് ചെയ്യുക. എല്ലാവരും പറയുന്നത് ഞാൻ കച്ചവടമാക്കുകയാണെന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലുമില്ല. പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഒന്നും എനിക്ക് വരുമാനം വരുന്നില്ല. പ്രൊഫഷണലായി നാടകത്തിൽ അഭിനയിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ ചെയ്യുമെന്നാണ് രേണു വ്യക്തമാക്കുന്നത്. കച്ചവടമാക്കുക തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കൊല്ലം സുധിയുടെ പേര്, ആ ഒരു ലേബൽ, ആ ഒരു മരണത്തെ വിറ്റ് ജീവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്ന ഒരു പ്രഹസനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്കറിയാമല്ല, ഈ ഒരു ജിഷയുടെ കേസ് അറിയാലോ. ജിഷയുടെ മരണം വിറ്റ് തന്നെയാണ് ജിഷയുടെ അമ്മ അവർ കുറെ അറുമാദിച്ചത് അല്ലെ. ലക്ഷക്കണക്കിനുള്ള, അത് ലക്ഷമല്ല, നല്ല പൈസ, കോടിക്കണക്കിനുള്ള രൂപ തന്നെയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നിറഞ്ഞൊഴുകിയതും. ആ പൈസ കണ്ട് അവർ മതിമറന്നുപോയി. പിന്നീട് അവരുടെ ആ ഒരു ബ്യൂട്ടീഷ്യൻ ഒരു അറിയാലോ, പാരമ്പര്യമായിട്ട് കിട്ടിയ സൗന്ദര്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോഴവരുടെ അവസ്ഥ എന്തായെന്ന് അറിയാലോ, ഇച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ശരിക്കും അവരെ സ്നേഹിച്ചിരുന്ന ആളുകൾ അവരെ വെറുക്കപ്പെടുന്ന രീതിയിൽ എത്തിയിരുന്നെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പം അത്തരത്തില് ഈ ഒരു മരണം അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന ലേബലിൽ വെച്ച് ശരിക്കും നിങ്ങൾ ഇനി ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അവസ്ഥ, അതായത് ആളുകൾ നിങ്ങളെ വെറുക്കുന്ന രീതിയിൽ തന്നെ എത്താൻ സാധ്യതയാണ്. സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് റീൽസ് ചെയ്യരുതെന്നാണ് ചിലർ പറയുന്നത്. അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിയമപരമായി വിവാഹിതരായവരാണ് ഞങ്ങൾ. ഞാൻ വേറെ ഒരാളെ കെട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. 10ഉം 12ഉം കല്യാണം കഴിക്കുന്നവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. സുധിച്ചേട്ടന്റെ ഫോട്ടോ പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ട് മതി നിന്റെ അഴിഞ്ഞാട്ടം എന്നാണ് ഒരു കമന്റ് വന്നത്. ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ എന്ന് രേണു ചോദിക്കുന്നു. ഇപ്പോൾ രേണു പറയുന്നത് ഞാൻ അഴിഞ്ഞാടിയോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചതല്ലേ എന്ന് പറയുന്നു. ശരിക്കും നിങ്ങൾ അഭിനയിച്ചത് തന്നെയാണ്. അത് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും മറുവശത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേറെ രീതിയിലാണ്. അത് ഒന്നോ രണ്ടോ പേരല്ല, എത്രയോ ആളുകളാണ് ഇതിനെ വിമർശിക്കുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾ നല്ലൊരു വേഷം അല്ലെങ്കിൽ ഒരു നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എടുത്തുവെന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അഭിനയമാണ് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഈ ഒരു വീഡിയോ മാറ്റിയിട്ട് നിങ്ങൾ നല്ലൊരു കഥാപാത്രം അടങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു. മിക്കതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വിവാഹ ഫോട്ടോഷൂട്ടാണ്, കല്യാണ ഫോട്ടോഷൂട്ട്. എന്തിനാണ് അത് അത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നോ രണ്ടോ അല്ല, ഒരുപാട്. നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്തെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്ന് അടിച്ചാൽ പോലും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് വീഡിയോകൾ തന്നെയാണ്. എന്നിട്ട് തെറ്റായിട്ടുള്ള ക്യാപ്ഷനും. കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് തന്നെ ഡോക്ടർ മനു ഗോപിനാഥുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിലെന്താ കൊടുത്തത്? റീൽസിന്റെ രാജകുമാരിയും ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തത്. അത് മനു ഗോപിനാഥാണ് അത് ചെയ്തു എങ്കിലും അത് നിങ്ങളുടെ പ്രൊഫൈലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആളുകളെ അവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ റീച്ച് ഉണ്ടാക്കാനല്ലേ അവിടെ ഒരു ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഒരുപാട് വിമർശിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് അവർക്ക് പറയാനുള്ളത് അവർ ചെയ്യും. കാരണം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമെങ്കിൽ അത് പറയാനുള്ള അവകാശവും അവർക്കുണ്ട്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന നടിമാരില്ലേ, അതൊക്കെ അവരുടെ ജോലിയല്ലേ? ഞാൻ അതുപോലെ നടന്നു. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ അതും എന്റെ ഇഷ്ടമല്ലേ? അതിലാരും ഇടപെടേണ്ടതില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ നമ്മളാരും വിമർശിക്കില്ല. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ നിങ്ങളെ ആ രീതിയിലാണോ എല്ലാവരും കണ്ടത്? നിങ്ങളെ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിലും ആ ഒരു സുധിച്ചേട്ടന് കൊടുക്കുന്ന ആ ഒരു എന്താണ് ഒരു റെസ്പെക്റ്റ് ആയിരുന്നു നിങ്ങളോട് തന്നിരുന്നത്.
പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ, അതായത് സുധിച്ചേട്ടന്റെ മരണം വിറ്റ് ജീവിക്കുന്ന രീതിയിൽ ഒരു പ്രഹസനം പോലെയാണ് തോന്നിയത്. ആ ഇന്റർവ്യൂവിൽ തന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്കും ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ വെറുപ്പിക്കുന്നത്? നമുക്കറിയാം ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. കാരണം എമൗണ്ട് തന്നു തന്നെയാണ് ഓരോരുത്തരെയും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇന്റർവ്യൂവിന് ഇരിക്കുന്നവർക്കൊക്കെ ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് തന്നെയാണ് അവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. പക്ഷേ വന്നിരുന്ന് നിരന്തരം ഈ ഒരു സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് ശരിക്കും ആ മനുഷ്യനെ കൂടി വെറുക്കാനുള്ള ഒരു കാരണമാക്കി എടുക്കുകയാണ് നിങ്ങളിപ്പോൾ. ചേട്ടന്റെ കൂടെ നടന്നപ്പോൾ നീ പിച്ചക്കരിയെ പോലെയായിരുന്നു. ഇപ്പോൾ നീ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു സ്ത്രീ കമന്റിട്ടിരുന്നു. എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയാക്കി നടത്തിയത് ഇവർ കണ്ടിട്ടുണ്ടോ? മറുപടി കൊടുത്ത് മടുത്തതോടെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു. ഇത്രയും കാലം സുധിച്ചേട്ടൻ എന്നെ പിച്ചക്കാരിയാക്കിയാണോ കൊണ്ടു നടന്നത്? അതല്ലെങ്കിൽ അദ്ദേഹം എന്നെ പിച്ച എടുക്കാൻ വിട്ടിരുന്നു? അവരത് കൺഫേം ചെയ്ത് പറയുകയാണെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇത്രയും നാൾ മിണ്ടാതിരുന്നു, ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് പ്രതികരിച്ചു തുടങ്ങിയത്. ചിലതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്. മറുപടി പോലും അർഹിക്കാത്ത ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനെയൊക്കെ പാടെ അവഗണിക്കാറാണ് പതിവ് എന്നും താരം വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരെ വന്ന ആരോപണങ്ങളോടും രേണു അടുത്തിടെ പ്രതികരിച്ചിരുന്നു. ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല റീൽ. അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു. അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ. എനിക്ക് അതൊന്നും വിഷയമല്ല. കാരണം അതൊന്നും എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ. എന്നെ ഇനി ആർക്കും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല. ദാസേട്ടൻ കോഴിക്കോടുമായി ചെയ്ത ആ ഒരു റീൽ വീഡിയോ ശരിക്കും ഞാനും അത് നന്നായിട്ട് എൻജോയ് ചെയ്തത്. കാരണം നന്നായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. പിന്നീട് അതിലൂടെ തന്നെ നിങ്ങളൊരു നെഗറ്റീവ് റീച്ചിലൂടെ അടുത്ത ഒരു വീഡിയോ, അതായത് നെഗറ്റീവിലൂടെ മാത്രമേ തങ്ങൾക്ക് റീച്ച് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായി എന്നൊരു തോന്നി. അതുകൊണ്ടാണ് പിന്നീട് വരുന്നതെല്ലാം നിങ്ങൾ നെഗറ്റീവ് റീച്ചിലൂടെ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ശ്രമം നടത്തി. അതിനാണ് ഏറെ പേരും വിമർശിച്ചത്. അല്ലാതെ ദാസേട്ടൻ കോഴിക്കോടുമായി ചെയ്തിരുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് ചെയ്താലും അതൊരു തെറ്റാണെന്ന് ഞാൻ ഇതൊരിക്കലും പറയുന്നില്ല. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തതും. കാരണം ആ ഒരു വീഡിയോയിൽ നമ്മൾ തെറ്റ് പറയുന്നില്ല, അതൊരു അഭിനയമാണ്. നമുക്കറിയാലോ, ദിലീപും ഗോപികയും അഭിനയിച്ച ഒരു സീനിനെങ്കിലും നിങ്ങളത് റീക്രിയേറ്റ് ചെയ്തു. അത് നന്നായിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല. അത് ചില ആളുകൾ മാത്രമാണ് അതിനെ വിമർശിച്ചത്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, അത് മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്ത വീഡിയോസ് എല്ലാം നോക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയിൽ പിടിച്ച് റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് പോലെയാണ് തോന്നിയത്. കാരണം എന്റെ മനസ്സ് അത്രത്തോളം കല്ലായി പോയി. ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല. എന്റെ തല പോയാലും എനിക്ക് വിഷയമല്ല. പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണം എന്നാണ് രേണു ചോദിച്ചത്. റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല. ഇളയമകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു. അമ്മയെപ്പോലെയുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു. അവൻ എന്ത് ചെയ്യാനാണ്? അവന് ഒരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവന് ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയുള്ളൂ, അത് ഞാനാണ്. അവന് അറിയാം ഞാൻ ആരാണെന്ന്. എനിക്ക് അറിയാം അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ്? അവര് കാണും, നല്ലതാണേൽ നല്ലതാണെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴുള്ള പേരും ഓർമ്മകളും മാത്രമാണുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നു പോയെന്ന് മനു ഗോപിനാഥ് പറഞ്ഞിരുന്നു. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയും അദ്ദേഹം പങ്കുവച്ചു. നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, കഴിക്കാതിരിക്കാം, അത് നിങ്ങളുടെ താല്പര്യമാണ്. അതിനൊന്നും മറ്റൊരാൾക്കൊരു എന്ത് കഴിക്കരുത് എന്ന് പറയാനുള്ള അവകാശമില്ല. അത് നിങ്ങളുടെ നിക്ഷിപ്തമാണ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കല്യാണ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ മനു ഗോപിനാഥിനെതിരെയും ഒരു സൈബർ അറ്റാക്ക് വന്നത്. ഈ ഒരു ഫോട്ടോഷൂട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞാണ് നെഗറ്റിവിറ്റിയിൽ തന്നെ റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് തന്നെയാണ്. കാരണം എന്താണ് ഈ ഒരു നെഗറ്റിവിറ്റി രേണുവിനെ വെച്ചിപ്പോൾ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ റീച്ച് കിട്ടുന്ന ഒരു ടൈമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ഒരു ഡോക്ടർ മനു ഗോപിനാഥും നെഗറ്റിവിറ്റിയിലെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പിന്നെ ഈ ഒരു ആത്മഹത്യാ വക്കിലേക്ക് എത്തി എന്ന് പറയുന്നില്ലേ, അതിന് കാരണക്കാർ ഞങ്ങൾ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള ക്യാപ്ഷൻ കൊടുത്തതും നിങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് രേണുവിന്റെ കല്യാണം കഴിഞ്ഞു, ഇനി ഡോക്ടർ രേണു സുധീന്റെ സ്ഥാനത്ത് രേണു മനു ആണോ എന്നൊക്കെ രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുത്തത് നിങ്ങൾ തന്നെയാണ്.
അത് ഇപ്പോഴും ആ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുമായിരിക്കും, മറ്റു വലിയ അറിയില്ല, ഞാൻ നോക്കാൻ പോയിട്ടില്ല. എന്തായാലും ഈ ഒരു ഡോക്ടർ മനു ഗോപിനാഥിനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഈ രേണുവുമായിട്ടുള്ള വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഞാൻ പോലും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം വിചാരിച്ചത് സക്സസ് ആയിട്ടുണ്ടല്ലേ. രേണുവിനെ വെച്ച് തന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ റീച്ച് ഉണ്ടാക്കാമെന്ന്, അതിനു വേണ്ടിയിട്ട് എന്ത് കൊള്ളരുതായ്മ ചെയ്യാമെന്ന് റെഡി ആയിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും സോഷ്യൽ മീഡിയ ഫെയിമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണല്ലേ. രേണു എന്ത് ചെയ്യുന്നു, രേണു എന്താണ് അടുത്ത രേണുവിന്റെ സ്റ്റെപ്പ് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ നോക്കുന്നുണ്ടാവും. ആളുകൾ ഇങ്ങനെ നോക്കുന്ന ടൈമാണ്. ആ ഒരു ടൈമിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടും വന്നിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു ക്യാപ്ഷനും കൊടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെ വിമർശിക്കും. വിമർശിക്കുന്നവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. പിന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം. കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അത് കേൾക്കണം, അത് കാണണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഒരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു എങ്കിൽ, അതായത് താൻ ചെയ്തത് ശരിയാണെന്ന് മറ്റുള്ളവർ അതിനെ ശരിവെക്കുന്ന രീതിയിൽ പറയണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവിടെ ആ ഒരു കണ്ടന്റിന് വിമർശനമാണ് കിട്ടുന്നതെങ്കിൽ അത് കേൾക്കാനുള്ള ബാധ്യതയും നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നതും അത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ്. അപ്പം ഓരോന്ന് ചെയ്യുമ്പോൾ കണ്ടും കേട്ട് പ്രവർത്തിച്ച് ചെയ്താൽ ഓക്കെയാണ്. ഇവിടെ രേണുവിന് പറ്റിയത് തന്നെയാണ്. മുൻപ് രേണുവിനുണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ അത്രത്തോളം സപ്പോർട്ട് ഇല്ല. രേണുവിന്റെ ആ ഒരു സപ്പോർട്ടൊക്കെ മാറി. പ്രത്യേകിച്ചും ഈ രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു ഈ ഒരു വിമർശനങ്ങളിലേക്ക് മാറിയത്. രേണു തന്നെ പറയുന്നു, അഭിനയമാണ് എന്റെ പാഷൻ, അഭിനയം കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അഭിനയം കാണുമ്പോൾ ശരിക്കും ആളുകൾക്ക് ഒരു ദേഷ്യം തന്നെ തോന്നുവാണ്. കാരണം ആ ഒരു സുധിച്ചേട്ടന്റെ പേര് കൂടി കളയാൻ വേണ്ടിയിട്ട് നടക്കുകയാണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ ഇതൊക്കെ ചോദിക്കുന്നത്. എനിവേ, ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുറെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ശരിക്കും അത് കണ്ടതോടുകൂടി ഇനി കാണാനുള്ള ശക്തി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് പോലും ഇതിലോട്ട് ആഡ് ചെയ്യാത്തത്.